ഹായ് ഹലോ നമസ്കാരം, ഞാൻ ശരത്. പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു PYQ സെക്ഷനിലേക്കാണ് പോകുന്നത്. PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ചെറുതായിട്ട് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി ഇൻ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ഏതാണെന്ന് അവർ നൽകിയിരിക്കുന്ന ഓപ്ഷൻ: A ROM, B RAM, C ക്യാഷ്, D ബയോസ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഉത്തരം ഏതാണെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. അതെ, നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ക്യാഷാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാം ഏതാണ് കമ്പ്യൂട്ടറിൻ്റെ ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്നുള്ളത്. ക്യാഷ് ആണ് കമ്പ്യൂട്ടറിൻ്റെ ഫാസ്റ്റസ്റ്റ് മെമ്മറി എന്നുള്ളത്. റോം എന്താണെന്ന് അറിയാം, റീഡ് ഓൺലി മെമ്മറി. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി. ഇത് രണ്ടും കമ്പ്യൂട്ടറിൻ്റെ മെമ്മറികളാണ്. ഇനി ബയോസ് എന്താണെന്ന് വെച്ചാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഫാസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ക്യാഷ് ആണ്. എന്നാൽ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ക്യാഷ് അല്ല, അത് രജിസ്റ്റർ എന്ന് പറയുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി രജിസ്റ്റർ ആണ്. പക്ഷേ ഈ ഓപ്ഷനിൽ രജിസ്റ്റർ അവൈലബിൾ അല്ല. സോ ആൻസർ എന്ത് വരും? ക്യാഷ് വരും. എന്നാൽ രജിസ്റ്ററിനും കൂടെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും? രജിസ്റ്റർ ആയിരിക്കും. സോ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി രജിസ്റ്റർ ആണ്. അതിനുശേഷം മാത്രമേ ക്യാഷ് വരത്തുള്ളൂ. ഓപ്ഷനിൽ രജിസ്റ്റർ ഇല്ല എങ്കിൽ ആൻസർ എപ്പോഴും ക്യാഷ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്: എ ട്രാൻസ്ലേറ്റർ ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്സ് program code from high level language to Unicode, high level language to ASCII, high level language to machine language, high level language to assembly language. ഇത് മുൻകാലത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പ് എന്താണ് ട്രാൻസ്ലേറ്റർ, അതിൻ്റെ വകഭേദങ്ങളാണ് എന്നൊക്കെ നമുക്ക് അറിയണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് പോവുകയാണ്, ആ ഭാഗത്തേക്ക് പോകണം. എന്താണ് ട്രാൻസ്ലേറ്റർ? ട്രാൻസ്ലേറ്റർ എന്താണെന്ന് വെച്ചാൽ കൺവേർട്ട് പ്രോഗ്രാംസ് റിട്ടൺ ഇൻ അതർ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. അതായത് മറ്റ് ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേറ്ററുകളെന്ന്. ആ ട്രാൻസ്ലേറ്റർ 3 തരമുണ്ട്: അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ. ഓക്കെ, അത് ഒന്നാമത്തെയാണ് അസംബ്ലർ. എന്താണ് അസംബ്ലർ? കൺവേർട്സ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഇൻറ്റു മെഷീൻ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളാണ് അസംബ്ലറുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് കമ്പൈലർ. കൺവേർട്സ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻറ്റു മെഷീൻ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കമ്പൈലർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു പ്രോഗ്രാം മുഴുവനായിട്ട് എൻ്റെ പ്രോഗ്രാം ഒറ്റ സെക്കൻഡിലാണ് എന്ത് ഈ പറയുന്ന കമ്പൈലർ കൺവേർട്ട് ചെയ്യുന്നത്. എന്നാൽ അടുത്തത് ഇൻ്റർപ്രറ്റർ. ഇതും എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോഗ്രാം തന്നെയാണെന്ത് ഈ പറയുന്ന ഇൻ്റർപ്രറ്റർ. പക്ഷേ അവിടെ ഒരു പ്രത്യേകത, ഓരോ ഇൻസ്ട്രക്ഷൻസും സെപ്പറേറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ട്രാൻസ്ലേറ്റർ എന്താണെന്ന് ചോദിച്ചാൽ മറ്റ് ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് ട്രാൻസ്ലേറ്റർ. അത് 3 തരമുണ്ട്: അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ചോദ്യം? ട്രാൻസ്ലേറ്റർ എന്താണ്? ട്രാൻസ്ലേറ്റർ എന്തിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. ഹൈ ലെവൽ ലാംഗ്വേജിനെ യൂണിക്കോഡിലോട്ടാണോ? അല്ല, അത് ഉത്തരവല്ല. ഹൈ ലെവൽ ലാംഗ്വേജിനെ അസൈയിലേക്കാണോ? അതുമല്ല. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്കാണോ? അതെ, ഈ ഒരു ഉത്തരം നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. നാലാമത്തെ ഓപ്ഷൻ ഒക്കെ ഹൈ ലെവൽ ലാംഗ്വേജ് ടു അസംബ്ലി ലാംഗ്വേജ്. അല്ല, അസംബ്ലി ലാംഗ്വേജിലേക്ക് മാറ്റുന്നത് അസംബ്ലറാണ്. സോ ആൻസർ ഏതാണ് ഇതിനകത്തെ ഉത്തരം? സി, ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് DVD ROM? ഒരു സ്റ്റാൻഡേർഡ് DVDയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയെന്നാണെന്ന് അടുത്ത ചോദ്യം. നമ്മൾ മുമ്പ് ഇഷ്ടംപോലെ കേട്ടുള്ള ഒരു ഭാഗമാണ് സ്റ്റോറേജ്. വളരെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് സ്റ്റോറേജ്, കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് CD അല്ല, DVD സ്റ്റോറേജ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻസ്: A 4.7 GB, ഓപ്ഷൻ B 2.2 GB, ഓപ്ഷൻ C 700 GB, ഓപ്ഷൻ D 900 GB. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ആൻസർ ഏതാണെന്ന്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. എന്ത്? 4.7 GB. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ 700 GB എന്ന് പറയുന്നത് നമ്മുടെ CD-യുടെ കപ്പാസിറ്റിയാണ്. CD-യുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 650 to 750 MB ആണ് CD-യുടെ മെമ്മറി കപ്പാസിറ്റി. ഇനി അതുകൂടാതെ നമുക്ക് വരുന്നുണ്ട് ഫ്ലോപ്പി. ഫ്ലോപ്പി എന്ന് പറഞ്ഞാൽ പണ്ട് ഉപയോഗിച്ചിരുന്നതായിരുന്നു ഫ്ലോപ്പി എന്നുള്ളത്. ഫ്ലോപ്പിയുടെ മെമ്മറി കപ്പാസിറ്റി 1.44 MB ആണ്.
അപ്പോൾ ഈ രണ്ടെണ്ണം കൂടെ പഠിച്ചു വെച്ചേക്കണം. MB എന്ന് പറയുന്നത് മിക്കവാറും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്നത് DVD ആണോ, DVD 4.7 ആയിരുന്നു. ഓരോന്നിൻ്റെ എന്താണെന്ന് ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ സൈസ് ഓഫ് ആൻ A4 പേപ്പർ? A4 പേപ്പറിൻ്റെ സൈസ് എത്രയാണ്? ഓക്കെ, നമ്മൾ വേഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ പേപ്പറിൻ്റെ സൈസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. പേപ്പറിൻ്റെ സൈസ് എത്രയാണെന്ന് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. പേജ് ലേഔട്ട് ടാബിലാണ് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ചോദിച്ചൊരു ചോദ്യമായിരുന്നു A4 പേപ്പറിൻ്റെ സൈസ്. കുറേ സൈസുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഓരോ പേപ്പറിൻ്റെയും സൈസ് എത്രയാണെന്നാണ്. അപ്പം സൈസുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് സൈസുകൾ എത്രയാണെന്നുള്ളത്. ഓക്കെ, നോക്കുക കേട്ടോ. A1 പേപ്പറിൻ്റെ സൈസ് 594 × 841 മില്ലിമീറ്റർ. അതെന്തിനു ഉപയോഗിക്കുന്നു? അത് ലാർജ് പോസ്റ്ററുകളും ടെക്നിക്കൽ ഡ്രോയിങ്ങുകളും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തതാണ് A2 420 × 594 മില്ലിമീറ്റർ. മീഡിയം പോസ്റ്ററുകളും ഫ്ലിപ്പ് ചാർട്ടുകളും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് 297 420 ലെഡ്ജറുകളും ഡയഗ്രാംസും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. A3 എന്ന് പറയുന്നതിനെ. അടുത്തതാണ് A4, നമ്മളിപ്പോഴും ഉപയോഗിക്കുന്ന നമ്മുടെ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്ന ഫോമാണ് A4 എന്ന് പറയുന്നത്. അതിൻ്റെ ഫോമാണ് 210 297 മില്ലിമീറ്റർ. അത് സ്റ്റാൻഡേർഡ് ഡോക്യുമെൻറ്റുകളും ലെറ്ററുകളും ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അടുത്തതാണ് A5 148 × 210 നോട്ട്ബുക്കുകളും ജേണലുകളും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത A6 105 × 148 പോസ്റ്റ് കാർഡുകളും പോക്കറ്റ് ബുക്കുകളും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ പല സൈസുകളും നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഈ സൈസിൽ നിന്ന് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നുകിൽ സൈസ് തന്നിട്ട് ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ നോട്ട്ബുക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കാനോ ലെറ്റർ ഉണ്ടാക്കാനോ ഏത് സൈസ് ഉപയോഗിക്കും എന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമുക്ക് ഇതിന് ഉത്തരം കിട്ടിക്കാണും. A4ൻ്റെ സൈസ് ഏതാണ്? A4ൻ്റെ സൈസ് ഓപ്ഷൻ B ആണെന്ത് 210 297 ആണെന്ത് A4ൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ത് A4ൻ്റെ സൈസ് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ യൂസ്ഡ് ബൈ PowerPoint 2007? PowerPoint 2007ൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ ഫോർമാറ്റ് എന്താണെന്ന് കുറേ ഓപ്ഷൻ ഉണ്ട്. .pptx, .ppt, .ppx, .pptm എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഇതിൻ്റെ ആൻസർ എന്താണെന്ന്. ഏതാണ് ഇവിടുത്തെ ഫയൽ എക്സ്റ്റൻഷൻ ഫോർമാറ്റ് എന്ന്? ഓക്കെ, ഫയൽ എക്സ്റ്റൻഷൻ ഫോർമാറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏതാണ്? PPTX എന്നുള്ളതാണ് 2007 തൊട്ടുള്ള ഫയൽ എക്സ്റ്റൻഷൻ ഫോർമാറ്റ്. അപ്പോൾ അവിടെ ഉള്ളൊരു ഓപ്ഷനാണ് PPT. എന്താണിത്? 2003 തൊട്ട് 3 വരെ ഉള്ളതിൽ അവൈലബിൾ ആയിട്ടുള്ളതാണെന്ത് .pptx. അതായത് 2003 ഫയൽ എക്സ്റ്റൻഷൻ ഫോർമാറ്റാണ് .pptx. എന്നാൽ 2007 തൊട്ട് അവിടെ വന്നതാണെന്ത് .pptx എന്നും കൂടെ വരും. അതാണെന്ത് 2007 ഫയൽ എക്സ്റ്റൻഷൻ ഫോർമാറ്റ്. ഇതേപോലെ ഇതെന്താണ്? PowerPoint വേഡിൻ്റെ ആണെങ്കിൽ എന്ത് വരും? .docx വേഡിൻ്റെ ഫയൽ ഫോർമാറ്റ്. ഇനി നമ്മുടെ എക്സലിൻ്റെ ആണെങ്കിൽ .xl .xlx എന്ന് വരും. ഇതാണെന്ത് എക്സലിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ. അപ്പം ഓർത്തിരിക്കുക, എക്സ്റ്റൻഷൻ ഫോർമാറ്റുകൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് PPT.x എന്ന് പറയുന്നത് PowerPointൻ്റെയും .docx എന്ന് പറയുന്നത് വേഡിൻ്റെയും .xlsx എന്ന് പറയുന്നത് 2007 എക്സലിൻ്റെയാണ്. ഇനി 2003 ഈ PPT എല്ലാത്തിൻ്റെ അവിടെ ഒരു എക്സ് ഇല്ല. എക്സ് കട്ട് ചെയ്താൽ 2003 പവർ എക്സ്റ്റൻഷൻ ഫോർമാറ്റായി. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് PYQ സെഷൻ, അതായത് മുമ്പ് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളായിരുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനുകളെല്ലാം മനസ്സിലായെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഭാഗത്തെ ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഇത്തരം ഉള്ള ഇൻഫോർമേറ്റീവായ ക്ലാസ്സുകൾക്കായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഓൾ.